നമസ്കാരം. രസകരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചമ്മിയിട്ടുള്ളൂ, അല്ലെങ്കിൽ നാണം കെട്ട് പോയിട്ടുള്ളൂ. ഈ ചമ്മലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണല്ലോ സിന്ധു. ആദ്യം സിന്ധു എന്നെ ചമ്മിച്ചതിനെ കുറിച്ച് തന്നെ പറയാം. സിന്ധുവിന് 4-5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ വീട് വയ്ക്കാനായിട്ട്, വീടിൻ്റെ താഴെയല്ല, ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ വീട് വയ്ക്കാനായിട്ട് അവർ താമസിച്ചിരുന്ന വീട് വിറ്റു. അനിയനും ജ്യേഷ്ഠനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സിന്ധുവിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ആ വീട് വിറ്റ് അവർ പാർട്ടീഷ്യനായി പിരിഞ്ഞു. രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ ഒരു വീട് വയ്ക്കാനായിട്ട് പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ ഏതാണ്ട് 2 വർഷത്തോളം കാലം സിന്ധുവിൻ്റെ ഫാമിലി വാടകയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോൾ സിന്ധുവിന് 3-4 വയസ്സ്. അന്ന് മുതൽ ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ള, ആത്മബന്ധമുള്ള ഫാമിലിയാണ് സിന്ധുവിൻ്റെ. എപ്പോഴും അമ്മ കളിയായി പറയുമായിരുന്നു. സിന്ധുവിനെ മടിയിലെടുത്ത് വെച്ചിട്ട് അമ്മ ചോദിക്കും, നിനക്ക് ദിനേശിനോടാണോ ശങ്കറിനോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് കേൾക്കുമ്പോൾ 3-4 വയസ്സുള്ള സിന്ധു പറയുമായിരുന്നു, എനിക്ക് ദിനേശ് അണ്ണനെയാണ് ഇഷ്ടം. ആ ഇഷ്ടം നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ കിടന്നിരിക്കാം. വർഷങ്ങൾ കഴിയുന്നു. അവർ ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ വീട് വെച്ചു, അങ്ങോട്ട് താമസം മാറി. ഇതിനിടയിൽ ഞാനൊരു 3-4 വർഷം എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ കൂടെ ഇടഗ്രാമം എന്ന് പറയുന്ന കരിമം തിരുവല്ലം റോഡിലെ ഇടഗ്രാമം എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്, അമ്മയുടെ അനിയത്തിയുടെ കൂടെ. ഇപ്പോൾ അതിൻ്റെ എതിർവശത്താണ് അമൃത ചാനലിൻ്റെ ഓഫീസല്ല, ഫ്ലോർ. അപ്പോൾ ഞാൻ അവിടെ അമ്മയുടെ അനുജത്തിയുടെ കൂടെ താമസിക്കുന്നിടത്തുനിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും. ശനിയും ഞായറും വീട്ടിൽ നിൽക്കും. തിങ്കളാഴ്ച കാലത്തെ തിരിച്ചു പോകും. അതൊരു 3-4 വർഷം. ഞാൻ അങ്ങനെ ഒരു തവണ വന്നിട്ട് ഞാൻ തിരിച്ചു പോകാനായിട്ട് നേമത്ത് പോവുകയാണ് ബസ് കയറാൻ. ശാന്തികളിൽ നിന്നാൽ ചിലപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിലോ താമസിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേമത്തേക്ക് പോവുകയാണ്. നേമത്തേക്ക് പഞ്ചായത്ത് റോഡ് വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ പെണ്ണായ സിന്ധുവും 3-4 കൂട്ടുകാരികളുമായിട്ട് വരിക. അപ്പോൾ എനിക്കൊണ്ട് സിന്ധു 7-ലോ 8-ലോ 9-ലോ ഒക്കെ ആയി കാണാം. എനിക്ക് സിന്ധുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഒരു ഒത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. നമ്മൾ ഈ ജനാധിപത്യം കൊണ്ട് നടക്കുന്ന ആളല്ലേ, വലിയ കാര്യത്തിൽ. ഞാൻ സിന്ധുവിനോട് ചോദിച്ചു, സിന്ധു ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചു. എന്നെ പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കാതെ ഇത് ഏത് പൊട്ടൻ എന്നുള്ള രീതിയിൽ സിന്ധു കൂട്ടുകാരുമായിട്ട് നടന്നു പോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചമ്മിയത് അന്നാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു DYFI പ്രവർത്തകനായി ഏത് മുസ്ലിം വീട്ടിനകത്തും അടുക്കള വരെ കയറി ചെല്ലാനും അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറഞ്ഞ് വാങ്ങി കുടിക്കാനും പ്രായഭേദമന്യേ അവരോടൊക്കെ സംസാരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ചുരുക്കം ചില ഹിന്ദുക്കളിൽ ഒരാളാണ് ഞാൻ. ഒരാളും എന്നെ അവിശ്വസിക്കില്ല. കാരണം ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് ആരും പറയില്ല. എന്നെ റോഡിലിട്ട് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാതെ പോയ സിന്ധു എന്നെ നന്നായിട്ട് ചമ്മിച്ചു. ഞാൻ തിരുവല്ലത്തേക്ക് പോകുമ്പോൾ, കരുവത്തേക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ചോദിക്കേണ്ടായിരുന്നു. ചോദിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയാതെ പോയതെന്നൊക്കെ വിചാരിച്ച് വർഷങ്ങളോളം അത് മനസ്സിൽ തന്നെ ഇട്ടിരുന്നു. വീണ്ടും കുറേ വർഷങ്ങൾ കഴിയുന്നു. ഞാൻ DYFI പ്രവർത്തകനായി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സിനിമാക്കാരനായി മാറുന്നു. സിന്ധുവിനെ കല്യാണം കഴിക്കാനുള്ള ആലോചന വന്നു. ഇപ്പോൾ അതിൽ അമ്മ ഇല്ലാത്തത് കൊണ്ട് സിന്ധുവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ പറയുന്നതല്ല ശരിയെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി വയനാട്ടിലുള്ളപ്പോൾ, സുൽത്താൻ ബത്തേരിയിലുള്ളപ്പോൾ, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. എല്ലാ ദിവസവും ഞാൻ അമ്മയ്ക്ക് കത്തയക്കും, അമ്മ തിരിച്ച് മറുപടി എനിക്ക് അയക്കും. അങ്ങനെ ഒരിക്കൽ വന്ന കത്തിൽ അമ്മ എഴുതിയിരുന്നു, സിന്ധുവിൻ്റെ അമ്മയുടെ പേര് ശാന്ത എന്നാണ്. ഞാനിന്ന് ശാന്തയെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരുമായി ശാന്തിവിള മാർക്കറ്റിലേക്ക് പോകും വഴി സിന്ധുവിന് ആലോചനകളൊന്നും വരുന്നില്ലേ, വിവാഹപ്രായമായല്ലോ എന്ന് ഞാൻ ചോദിച്ചു.
പലരും ആലോചനകളുമായി വരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഭേദപ്പെട്ട സുന്ദരിയാണ് സിന്ധു. അപ്പോൾ ആലോചന സ്വാഭാവികമായിട്ടും വരാം. അയൽപക്കക്കാരിൽ പലരും, പട്ടാളക്കാരനും പോലീസുകാരനും ഒക്കെ ആലോചന വന്നു. ഞങ്ങൾക്ക് അവരോടൊന്നും അയക്കാൻ താല്പര്യമില്ല. അതൊരു കള്ളം പറഞ്ഞതാണ്, കാരണം അതല്ല പ്രശ്നം. ഞങ്ങൾക്കൊരു പയ്യനെ ഇഷ്ടമാണ്, അവർക്കല്ല ഇഷ്ടം, സിന്ധുവിനായിരുന്നു എന്നെ ഇഷ്ടം. പക്ഷേ ആ പയ്യൻ്റെ വീട്ടുകാർ ഞങ്ങളോട് ചോദിക്കുന്നില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, അതെന്താ ചോദിക്കാത്ത? നല്ല സുന്ദരിയായ പെണ്ണ്, അച്ഛനും അമ്മയ്ക്കും ഒരു മോള്, അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, പിന്നെന്താ ചോദിക്കാത്ത? എന്തോ ചോദിക്കുന്നില്ല. അപ്പം അമ്മ ചോദിച്ചു, അതാരാ? അത് അക്കൻ്റെ മകൻ ദിനേശിനോട് അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവർക്ക് താല്പര്യമുള്ളതല്ല, അവർ കള്ളവ പറഞ്ഞത്. സിന്ധുവിന് താല്പര്യമുണ്ടായിരുന്നു, സിന്ധുവിൻ്റെ അനുജൻ താല്പര്യമുണ്ടായിരുന്നു. അതാണ് സത്യം. ഇത് ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കും ഇഷ്ടമാണ് സിന്ധുവിനെ. ഞാൻ തിരിച്ച് അമ്മയ്ക്ക് മറുപടി അയച്ചു, നമുക്ക് രണ്ട് വീട്ടുകാർക്കും അറിയാവുന്നവരല്ലേ, അമ്മയ്ക്ക് അറിയാമല്ലോ, നമുക്ക് സഹോദരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്ക് ശീതളം കൊടുക്കേണ്ടി വന്നില്ല. ഞാനൊരു DYFI പ്രവർത്തകനാണ്. 1 രൂപയോ 1 തരി സ്വർണമോ അമ്മ ചോദിക്കരുത്, ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാം എന്ന് ഞാൻ മറുപടി അയച്ചു. അപ്പോൾ മറുപടി അയച്ചപ്പോൾ അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത്, എനിക്ക് ഈ ജാതകത്തിലും കുന്തത്തിലും ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ജാതകവും കുന്തവും നോക്കിയിട്ടില്ല. അവരെവിടെ പോയി ജാതകം നോക്കിയപ്പോൾ അനുജന്മ നക്ഷത്രം അങ്ങനെ എന്തോ ആണ്, സഹോദര സഹോദരി ബന്ധം പാടുള്ളൂ. അപ്പോൾ കുരുക്കായി. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾക്കൊരു മോളല്ലേ ഉള്ളേ, അതിൻ്റെയൊക്കെ തീരുമാനം നിങ്ങളെടുത്തു, അവൻ എന്തായാലും ഇതൊന്നും നോക്കില്ല. അവസാനം സിന്ധു പറയുന്നത് സിന്ധു വീട്ടിൽ കയറി പട്ടിണി കിടന്നു എന്നാണ്. അപ്പോൾ സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വറുത്തരച്ച ഉള്ളിത്തീയൽ, അതുപോലെ അവിയലും. ഇത് രണ്ടുമാണ് സിന്ധുവിൻ്റെ പ്രിയപ്പെട്ട കറി. സിന്ധു ആഹാരം കഴിക്കാതെ പിണങ്ങി കിടന്നപ്പോൾ അവളുടെ അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ വറുത്തരച്ച ഉള്ളിത്തീയലും അവിയലും വെച്ചു. അപ്പോൾ ഉള്ളിത്തീയൽ കടുവറുക്കൊക്കെ ചെയ്യുമ്പോൾ സിന്ധുവിന് കൊതി വന്നിട്ട് വയ്യ, പക്ഷേ പട്ടിണി കിടക്കയില്ലേ, തീരുമാനം ഉറപ്പിച്ച് കിടക്കുകയാണ്. അങ്ങനെ എന്നോട് പിണങ്ങുമ്പോൾ ഒക്കെ സിന്ധു പറയും, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉള്ളിത്തീയലും അവിയലും പോലും വേണ്ട എന്ന് വെച്ചവനാണ് അണ്ണന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചിലപ്പോൾ സിന്ധു കയറി റൈസാവും. അങ്ങനെ കല്യാണം നടന്നു. കല്യാണം രാവിലെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് സിന്ധുവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സിന്ധു എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കൊച്ചു കൊച്ചു പിള്ളേരോടെ. ഇവളെപ്പോഴും LKG പിള്ളേരോടായിട്ടാണ് കമ്പനി. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വരുന്നു പോകുന്നു, ബന്ധുക്കളും എല്ലാം വീട് നിറച്ചുണ്ട്. ഇതിനിടയിൽ പല ആവശ്യങ്ങൾക്ക് ഞാൻ ഈ എൻ്റെ ബെഡ്റൂം വഴി അപ്പുറത്തെ റൂമിലേക്കും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്ന് മാത്രം ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ സമയം പോയി രാത്രിയായി. അന്ന് പതിവിൽ നേരത്തെ എൻ്റെ അനുജൻ, അവനാണല്ലോ ആദ്യം കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചോണ്ടെന്നാണല്ലോ, അവനും അവളും കൂടെ കഥ അടച്ചു. ഞാൻ പുറത്തിരുന്ന് എന്തോ വായിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഞാനും ഇരുന്നു. എല്ലാം കഴിഞ്ഞ് സിന്ധു അടുക്കളയിൽ അമ്മയുടെ കൂടെ, എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ കൂടെ നിൽക്കുകയാണ്. അമ്മയെ അമ്മാവിയെന്നോ അമ്മ എന്നോ ഒന്നുമല്ല സിന്ധു വിളിക്കുന്നത്, അമ്മച്ചിന്നാണ്. ഒരു 10 മണിയായപ്പോൾ എൻ്റെ അമ്മയുടെ അനുജത്തി പറഞ്ഞു, ഇനി നീ പോയി കിടന്നുറങ്ങുന്നു. ഇല്ല, ഞാൻ കുഞ്ഞമ്മേരെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞു. ചുമ്മാ പറയുന്നതാണേ. അവസാനം ഒരു സഹോദരി ഇല്ലാത്തതുകൊണ്ട് സഹോദരി ചെയ്യേണ്ട പണി എൻ്റെ അമ്മയുടെ അനുജത്തിയാണ് ചെയ്തത്. അവർ കൊണ്ടുവന്ന് എൻ്റെ റൂമിലേക്ക് വിട്ട് കഥ കടച്ചിട്ടങ്ങ് പോയി. ഞാൻ പറഞ്ഞു, ഇരിക്കൂ. ശ്രീനിവാസൻ പറയുമ്പോൾ മസിൽ പിടിച്ച് പറഞ്ഞു. ദിഗന്ധം പൊട്ടുമാറ് സിന്ധു ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. ഞാൻ ആകെ വരണ്ടു പോയി. കാരണം അമ്മയും കുഞ്ഞമ്മയൊക്കെ ധരിക്കില്ലേ, ഇവ ഇങ്ങനെ ഉള്ള ഒരു ബോർഡാണോ. ഞങ്ങളുടെ എന്ത് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, വിവാഹത്തിന് താലി കെട്ടി കൊണ്ടുവന്ന ശേഷം വൈകുന്നേരം വരെ ഒരു 50 പ്രാവശ്യം എൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയില്ല അണ്ണാൻ. അതിൻ്റെ സങ്കടം കൊണ്ടാണ് കരഞ്ഞത്. ഞാൻ പറഞ്ഞ്, ഇപ്പം സങ്കടം ഉണ്ടല്ലേ, നടു റോഡിലിട്ടെ എന്നെ ആക്ഷേപിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സിന്ധുവിന് മനസ്സിലാവുന്നത് അന്നത്തെ പ്രതികാരം തീർത്തതാണത്. അങ്ങനെ ആദ്യ രാത്രിയെ കുളമാക്കി ഞാൻ. അപ്പോൾ നേമൻ റോഡിലിട്ട് എന്നെ സിന്ധു ചമ്മിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചമ്മൽ, എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ചമ്മൽ. പിന്നെ സിനിമാക്കാരനാകാൻ വേണ്ടി പലരെയും കാണുന്ന സന്ദർഭങ്ങൾക്കിടയിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, വേണു നാഗവള്ളി, എൻ്റെ പ്രിയപ്പെട്ട വേണുചേട്ടൻ സുഗമോദേവി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു എന്നറിഞ്ഞ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അദ്ദേഹത്തെ കാണാൻ പോയി. തെക്കാടുള്ള വീട്ടിൽ, അന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ചെന്ന് നല്ല മുല്ലവള്ളിയൊക്കെ പറന്ന് കിടക്കുന്ന മനോഹരമായ വീടാണ്. ചെന്ന് ഗേറ്റ് തട്ടി. അപ്പോൾ ഒരു
നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു അമ്മ ഇറങ്ങി വന്നു, വേണിച്ചേട്ടൻ്റെ അമ്മ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ മുഖമുണ്ട്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയി കണ്ടപ്പോഴും ഞാൻ ഇതൊക്കെയാണ് ഓർത്തത്. എന്താന്ന് ചോദിച്ചു. അല്ല, വേണിച്ചേട്ടനൊന്ന് കാണാൻ വന്നതാ. അവൻ ഉറങ്ങുകയാണേ. ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാൽ മുൻഷുണ്ടിക്കാരനാണ്. പോയിട്ടൊരു 1 മണിക്കൂർ കഴിഞ്ഞ് വരുമോ? പിന്നെന്ത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആദ്യമായിട്ട് കലാഭവൻ തിയേറ്ററൊക്കെ കാണുന്ന അപ്പോഴാണ്. ഞങ്ങൾ നടന്ന് വിമൻസ് കോളേജിൻ്റെ അതിലേ കൂടി കലാഭവൻ തിയേറ്ററിൻ്റെ അതിലേ കൂടി തരങ്ങണിയുടെ മുന്നിൽ ചെന്ന് കുറേ നേരം നിന്ന് അങ്ങനെ കറങ്ങി അടിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു 4:30 മണിക്ക് ഗേറ്റിൽ വന്ന് തട്ടാനെത്തിങ്ങനെ കൈയെടുത്തതും നമ്മളെ ഉൾക്കടലിലെ രാഹുൽ ഒരു കപ്പ് സോസർ വെച്ച് ചായ കുടിച്ചോണ്ട് ആ മുറ്റത്ത് ഉലാത്തുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി വേടിച്ചേട്ടനെ കണ്ടപ്പോൾ. ഞാനിങ്ങനെ ഗേറ്റിൽ ഒന്ന് മുട്ടി, വളരെ ഷാർപ്പായിട്ട്. എന്താ ചോദിച്ചു. ഞാനൊന്ന് കാണാൻ വന്നതാണ്. എന്താ? അല്ല, ഒരു പടം തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതെ, അതിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ പറ്റുമോ അറിയാനാണ്. ഇതിലെല്ലാം ആളായിപ്പോയി. എന്നിട്ട് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നടന്ന് നേരെ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചമ്മിയ ഒരു മുഹൂർത്തമായിരുന്നു. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു, അത് വേണിച്ചേട്ടൻ്റെ എപ്പിസോഡിൽ. ഞാൻ ആ ചമ്മലോടെ അവിടെ മുതൽ തമ്പാനൂർ വരെ ഞങ്ങൾ നടന്നു. പൈസ ഇല്ലല്ലോ കയ്യിൽ. അവിടെ തമ്പാനൂർ വന്നു, ബസ് കയറി വീട്ടിൽ വന്നു. രാത്രി ഈ വിഷമങ്ങളെല്ലാം തീർക്കാനായിട്ടൊരു കത്തെഴുതി. ആ കത്തിൻ്റെ അവസാനം എഴുതിയ വരിയാണ് വേണിച്ചേട്ടനെ ശരിക്കും നോവിച്ചത്. താങ്കൾ മലയാള സിനിമയിൽ ഒരു പെരുന്തച്ഛനാകുമായിരിക്കും. ഞാൻ ഒരു ചെല്ലപ്പനാശാരിയെങ്കിലും, തകരയിലെ നെടുമുടി വേണുവിൻ്റെ വേഷമുള്ള ചെല്ലപ്പനാശാരി, ഒരു ചെല്ലപ്പനാശാരിയെങ്കിലും ഞാനും കാണും, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരു സാധാരണ പോസ്റ്റിൽ അയച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് രജിസ്റ്റേഡ് ചെയ്ത് അയച്ചു. അന്ന് 5 രൂപ എന്തോ രജിസ്റ്റേഡിന് വേണം. അതുപോലും എൻ്റെ ഇല്ല. ആരെന്നോ വാങ്ങി രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത് വലിയ പ്രശസ്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ വേണിച്ചേട്ടൻ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ ഒരാളെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് തള്ളിക്കളഞ്ഞു. 3-4 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോൾ 4ാമത്തെ പ്രാവശ്യം വേണിച്ചേട്ടൻ എൻ്റെ കൈ കയറി പിടിച്ചു. എന്നിട്ട് വേണിച്ചേട്ടൻ അവിടെ നിന്ന് എണീറ്റു. പാവം എന്നോട് പറഞ്ഞു, ദിനേശേ, എന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചവനാ നീ. നമ്മളെ കാണാൻ ഒരാൾ ആരോ ആവട്ടെ നമ്മളെ വീട്ടിൽ നമ്മളെ അന്വേഷിച്ച് വന്നാൽ അയാളെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് എന്താ വന്നത് എന്ന് ചോദിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട, പറഞ്ഞു വിടാം. അങ്ങനെ ചെയ്യണം, ആതിഥ്യ മര്യാദ അറിയണം എന്ന് പഠിപ്പിച്ചത് നീയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ അന്നത്തെ വിവരക്കേടിൽ അല്ല, നീ പറഞ്ഞതാണ് കറക്റ്റ്. അതിനുശേഷം ഞാൻ ഒരാളെയും ഗേറ്റിൻ്റെ വെളിയിൽ നിർത്തി സംസാരിപ്പിച്ചിട്ടില്ലായിരുന്നു. അവിടെ മുതൽ വേണിച്ചേട്ടൻ മരിക്കുന്നത് വരെ എൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അവസാനമായിട്ട് അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ മാക്റ്റ നൽകുന്ന ചികിത്സാ സഹായത്തിന് കൊടുക്കുന്ന ചെക്കുമായിട്ട് പോയത് ഞാനായിരുന്നു. ഞാൻ ചെന്നു. വേണിച്ചേട്ടൻ്റെ ഭാര്യ എന്നെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചെല്ലുമ്പോൾ വേണിച്ചേട്ടനെ പഞ്ഞി വെച്ച് മൂക്കിൽ നിന്ന് വരുന്ന ബ്ലഡ് തുടച്ചെടുക്കുകയാണ്. അപ്പോഴും നിസ്സംഗനായ ഒരു ചിരി ചിരിച്ചിട്ട് എൻ്റെ പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ചെക്ക് കയ്യിൽ വാങ്ങിച്ചു. എന്നിട്ട് ഭാര്യയുടെ കൈ കൊടുത്തു. എന്നിട്ട് എൻ്റെ പറഞ്ഞു, നീ നന്നായി വരുവടാ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിറ്റേ ദിവസമാണ് വേണിച്ചേട്ടൻ മരിക്കുന്നത്. വേണിച്ചേട്ടൻ്റെ വീട്ടിലെ ചാൻസ് ചോദിച്ചു തന്നതും ആ ചമ്മലും ഞാൻ മറക്കില്ല. നന്ദി, നമസ്കാരം.